ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ട്, അധികം ലാഗൊന്നും എടുപ്പിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ട്, പണ്ടത്തെയും ഇപ്പോഴത്തെയും ആയിട്ടുള്ളത്. അപ്പം അതിൽ കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഏതാ ഓയിൽ ഉപയോഗിക്കുന്ന ഹെയർ കെയർ റൊട്ടീൻ ഒന്ന് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ആ കാണിച്ച ഫോട്ടോസൊക്കെ ഉള്ളതാട്ടോ. ഞാൻ ഒരു 10-12 വർഷം വരെ എൻ്റെ മുടി ഈ സൈഡ് ഇത്ര സൈസിന് മാത്രമേ വളരുള്ളൂ. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ സ്തംഭിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞു, ഇനി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, അവരിങ്ങനെ ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. അവസാനം കല്ല് കെട്ടി തൂക്കിയാലും അങ്ങനത്തെ ഒരു പരിഷ്കാരത്തിലൊക്കെ അവർ എത്തിയിട്ടുണ്ടായി. എന്നിട്ട് എൻ്റെ മുടിയൊന്നും വളർന്നില്ല. അപ്പം പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇതുപോലത്തെ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ടായി. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ എന്തിന് കുറേ പേരിട്ട്, അറിയാമല്ലോ ചുരുണ്ടുമുടിയാകുമ്പോൾ പല പല പേരിട്ട് കളിയാക്കുന്നത്. ആ സമയത്ത് എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായി, ഭയങ്കര സങ്കടം തോന്നിയത്, എനിക്ക് മാത്രം എന്തിങ്ങനെയെന്ന്. അപ്പം എന്നെപ്പോലെ ഇതുപോലെ ഫേസ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യൂട്യൂബിലും നമ്മുടെ അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട്, എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് അലർജിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് തണുത്ത സാധനങ്ങളൊന്നും തലയിൽ തേക്കാനേ പറ്റില്ല. അങ്ങനെ ഞാൻ റീസെൻ്റ് കഞ്ഞിവെള്ളം വരെ തലയിൽ തേച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പനി പിടിച്ച് കിടന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത്രയും കുറേ ചെയ്ത് വന്നിട്ടാണ് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കറൻ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അത് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ഹെയറിന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നി. കുറച്ച് ലെങ്ത് ആയാലും ഓളി ആയിരുന്നാലും എനിക്ക് തോന്നി. ഞാൻ നേഴ്സിംഗ് ഒരു 1st, 2nd ഇയർ വരെ എൻ്റെ മുടിയുടെ ലെങ്ത് ഇവിടം വരെയൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പം ഞാനിതിൽ കൊടുത്തിരിക്കട്ടോ എൻ്റെ പിക്സൊക്കെ. സത്യം പറഞ്ഞാൽ അത് ഒറിജിനലായിട്ടുള്ള എൻ്റെ മുടിയാണ്. ഞാൻ കട്ട് ഷോർട്ട് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല, അത്രയും മാത്രമേ വളരുള്ളായിരുന്നുള്ളൂ കുറേ കാലമായിട്ട്. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അത് കാരണം കുറച്ച് ലെങ്ത്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മെയിൻലി ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സ്റ്റേണലി നമ്മുടെ ഹെയറിന് കൊടുക്കണേക്കാളും കൂടുതൽ നമ്മൾ ഇൻറ്റേർണലി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾ എൻ്റെ തലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് അത്രയും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് ഫോളോ ചെയ്ത് സ്ഥിരം വെള്ളം കുടിക്കും, നിറയെ വെള്ളം കുടിക്കും. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കും. പിന്നെ നമ്മളെ ഫുഡ്, നമ്മൾ കൂടുതലും പ്രോട്ടീൻസും വൈറ്റമിൻസ്, പ്രോബയോട്ടിക്സ്, സിങ്ക്, അതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. കൂടുതലും ഈ ജങ്ക് ഫുഡ്സിനെ അപേക്ഷിച്ച് ഇങ്ങനത്തെ കുറച്ചുകൂടെ പച്ചക്കറികൾ അങ്ങനത്തെയൊക്കെ നമ്മുടെ ഹെയറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് സ്റ്റാൻഡേർഡ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രെസ്സ് അങ്ങനത്തെ റിലീഫ് ചെയ്യാൻ വേണ്ടി വല്ല മെഡിറ്റേഷനോ യോഗ അങ്ങനത്തെ സംതിങ്, നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഹെയർ ഫോളും അല്ലെങ്കിൽ ഹെയർ ഫോൾ ഭയങ്കര കൂടുതലാണ്, കുറേ മെഷേഴ്സൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് വേറെ റെമഡീസ് ഒന്നും നോക്കാതെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് PCOD, തൈറോയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുടി ഭയങ്കരമായിട്ട് കൊഴിയും. അതൊരു ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ മുടിയുടെ കാര്യം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസും നമുക്കുണ്ടെങ്കിലും നമ്മുടെ മുടീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സ്ഥിരം നെല്ലിക്ക കഴിക്കും. ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത് 4 വർഷം. അപ്പം എനിക്ക് എന്നും ഈ കെയർ ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അവിടെ പോയി ഓരോന്നും ഇങ്ങനെ സ്റ്റീം ഉണ്ടാക്കാനും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള നമുക്കങ്ങനെ പറ്റില്ലല്ലോ, ഹോസ്റ്റലാണല്ലോ. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഈ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഫുഡിൽ കൂടെയും അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെയാണ് ഞാൻ കൂടുതൽ എൻ്റെ ഹെയർ കുറച്ചുകൂടെ റിപ്പയർ ചെയ്തെടുക്കാൻ ശ്രമിച്ചത്. ഞാൻ സ്ഥിരം നെല്ലിക്ക കഴിക്കുമായിരുന്നു. ഓരോന്നും ഇത് സ്ഥിരം കഴിക്കും. ഒന്നൊക്കെ സ്ഥിരം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഈ അമിതമായിട്ട് കഴിക്കാണ്ടിരുന്നാൽ മതി. അത് നല്ലതാണ്. നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും നെല്ലിക്ക കഴിക്കണമുണ്ട് തന്നെ. നമുക്ക് നെല്ലിക്കയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒരു മാസ്ക് ആയിട്ട് നമുക്ക് ഇടാൻ വേണമെങ്കിൽ, അല്ലാണ്ട് നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക, അങ്ങനെ പല വഴികളിൽ ചെയ്യാം. ഞാൻ ഡയറക്റ്റ്ലി ഇങ്ങനെ നെല്ലിക്കയായിട്ട് തന്നെ കഴിക്കലായിരുന്നു പതിവ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്താ ഓയിലാണോ, ഈ ഓയിലിൻ്റെ പേരെന്താന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഓയിലൊന്നുമല്ല, ഇത് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദം ഉപയോഗിച്ചിട്ടുണ്ടാവണം. എനിക്ക് പക്ഷേ ഭയങ്കര നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയും
ഗ്രാമ്പൂ ഇട്ടൊരു വെള്ളം കേട്ടോ. അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു പിടി ഉലുവയും ഒരു പിടി ഗ്രാമ്പൂ ഇട്ടിട്ട് തിളപ്പിക്കുക. നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ ശേഷം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുക്കുക, അതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കുക. അതായത് നമ്മുടെ ഉലുവ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക നമ്മൾ തിളപ്പിച്ചതിന് ശേഷം. കാരണം ഉലുവ ഇട്ട പെട്ടെന്ന് അത് ചീത്തയായിപ്പോൾ. എന്നിട്ട് അതിൽ നിന്ന് ഗ്രാമ്പ് മാത്രം കളക്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് വെച്ച് ഇതൊരു 1 വീക്കോ 1.5 വീക്കോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് പെട്ടെന്ന് ചീത്തയായിപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നമ്മുടെ തലയൊട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇത് നല്ലൊരു ഹെയർ, എനിക്ക് കുറച്ച് ഒരു 1-2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ലോണം ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണിത്. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണിത്. നല്ലൊരിതാണ്. പിന്നെ ഞാൻ കൂടുതലും നമ്മുടെ ഹെയർ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് മസാജ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും മസാജ് ചെയ്യുമ്പോൾ സർക്കുലറായിട്ട് വേണം മസാജ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ നെയിൽസ് നമ്മുടെ തലയിൽ ഇത് ചെയ്യാൻ പാടില്ല. ഈ ഫിംഗറിൻ്റെ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യുക. അധികം പ്രഷറൈസ് ചെയ്യാനും പാടില്ല നമ്മുടെ തലേനെ. സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. മസാജ് ചെയ്യുമ്പോൾ മെയിൻലി ഞാൻ ചെയ്യണ മസാജ് രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് ഇരുന്നിട്ട് ചെയ്യാം, കടന്നിട്ട് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ കൂടുതലും ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് അങ്ങനെ മസാജ് ചെയ്യണം. അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും. അപ്പം ഒരു ദിവസത്തിൽ 2 വട്ടമൊക്കെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു 2 വട്ടമൊക്കെ മസാജ് ചെയ്യലുണ്ട്. ഇങ്ങനെ തല കമഴ്ത്തിയിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 to 10 മിനിറ്റ്സ്. അത് അധികം പ്രഷറൈസ് ചെയ്യരുത്. പ്രഷർ കൊടുക്കാണ്ട് നല്ല ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓയിൽസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, അമല ഓയിൽ യൂസ് ചെയ്യാം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും, കൂടുതലും വെർജിൻ ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് നല്ലതാണ് എൻ്റെ മുടിക്ക്. ഇപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡാബർ ആമലയുടെ ഇപ്പോൾ ഇത്രയും തീരാറായി ഉപയോഗിച്ച് ഇങ്ങനൊരു ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 6 വർഷമായിട്ട് ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എഫക്റ്റീവ് എന്നല്ല, എനിക്ക് എൻ്റെ മുടിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ ഫോഴ്സ് ചെയ്ത് ഇത് മേടിച്ച് ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കണോ ഏത് ഓയിലാണോ, ഏത് ഓയിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ നമ്മളെ തലയുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ട്രാൻഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഏറ്റവും പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും കയ്യിലെടുത്ത് എണ്ണ ഒഴിച്ച് ഇങ്ങനെ തേക്കുന്നതിനേക്കാളും ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ച് ജസ്റ്റ് ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചൊക്കെ നല്ലത്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ച് 1 hour നമ്മളെ മുടിയിൽ അത് ഇട്ട് വെച്ചിരിക്കുക. ഒരിക്കലും നമ്മളെ മുടിയിൽ എണ്ണ ഇട്ട് കഴുകി കളയാണ്ടിരിക്കരുത്. എണ്ണ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 hour കഴിഞ്ഞതിന് ശേഷം ഒരു മഴയിട്ട് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയണം. കാരണം നമ്മളെ സ്കിന്ന് പോലെ തന്നെയാണ് നമ്മുടെ ഹെയറും. കാരണം നമ്മുടെ സ്കിന്നിൽ നമ്മളിപ്പോൾ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് സോപ്പിട്ട് കഴുകാണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? വീണ്ടും അതിൻ്റെ പുറത്ത് നമ്മൾ എണ്ണ തേക്കുമ്പോൾ വീണ്ടും ഡേർട്ട് കൂടി സ്കിന്നിങ്ങനെ ഡാമേജ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറും. നമ്മൾ ഒരിക്കൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ കഴുകി കളയണം. കഞ്ഞിവെള്ളം നല്ലൊരു ഗ്രോത്ത് തരുന്ന സംഭവം കേട്ടോ നമ്മൾ മുടിക്ക്. ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ തലയ്ക്ക് തണുപ്പ് അധികം ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് കുറച്ച് നിർത്തി വെച്ചേക്കാണ്. എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തണുപ്പായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആലോവേറയൊക്കെ ഇട്ട് എണ്ണ ഉപയോഗിക്കാം നിങ്ങൾക്ക്. എപ്പോഴും ഫസ്റ്റ് നിങ്ങൾ ഹെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണലി മാത്രം ഒന്നും യൂസ് ചെയ്യാതെ, എക്സ്റ്റേണൽ ഇതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കുറേ പേരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ നമ്മുടെ ഹെയറിന് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളെ ഹെയർ കുറച്ചുകൂടെ വളരുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കണേക്കാളും നമ്മൾ നമ്മുടെ ഡയറ്റും ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. കാരണം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ എക്സ്റ്റേണലി കൊടുക്കുന്നത് ഒരു പരിധി വരെ നമ്മളെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇൻറ്റേർണലി ഓരോന്ന് കഴിക്കുന്നതിലൂടെയൊക്കെ നമ്മളെ ഹെയർ ഒത്തിരി ഇമ്പ്രൂവ് ആവും. എൻ്റെ മുടിയിൽ കോമ്പിട്ട് ചീകാറില്ല, ചീപ്പിട്ട് ചീവാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ മുടിയിൽ ചീപ്പിടാറുള്ളൂ. കാരണം കൂടുതലും നമ്മളിങ്ങനെ ചീപ്പിട്ട് ഫോഴ്സ്ഫുള്ളി വലിക്കുമ്പോൾ നമ്മുടെ മുടി കൂടുതലും ഇങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും മുടി കൊഴിയത്തേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ ചീപ്പ് ഉപയോഗിക്കുമ്പോഴത്തെ ഇതുപോലെ ഇങ്ങനെ ഇടവിട്ട ചീപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. മറ്റിങ്ങനെ ഇടിങ്ങിയിരിക്കുമ്പോൾ കുറച്ചുകൂടെ മുടി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ എൻ്റെ മുടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എനിക്കിങ്ങനെ മുടി കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉടക്കൊക്കെ കളയാറ്.
കൂടുതൽ നമ്മൾ മുടി അഴിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷേ നമ്മുടെ കട്ടിലും നമ്മുടെ പില്ലോ കവറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഫ്രിക്ഷനൊക്കെ കാരണം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ നമ്മൾ മുടിയുടെ സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് പ്രോപ്പർ വേയിൽ നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് കിടക്കാം. അതായത് ഞാൻ ഇങ്ങനെ മുടി ഇവിടെ ഇങ്ങനെ ഒരു ബൺ പോലെ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങല്. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ എന്തായാലും നമ്മുടെ മുടിയിൽ എല്ലാം നല്ല ടാങ്കിൾസൊക്കെ മാറ്റി കൂടുതലും ചീപ്പ് അവോയ്ഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും. പിന്നെ പുറത്ത് പോകുമ്പോയിരുന്നാലും നമ്മൾ മുടി അനാവശ്യമായിട്ട് ഇങ്ങനെ അഴിച്ചിട്ട് നടക്കരുത്. കാരണം ഇങ്ങനെ അടിച്ചടിച്ച് നടക്കുമ്പോൾ സ്പ്ലിറ്റൻസും കാര്യങ്ങളും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ വേയിൽ നമ്മൾ കെട്ടി വെച്ച് നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ മുടിയിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് സെപ്പറേറ്റ് വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.